തൈറോയിഡ് ഇംബാലൻസ് ഉണ്ടെങ്കിൽ കോമൺലി കാണുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും? ആക്ച്വലി പലപ്പോഴും ചിലപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും സിംറ്റംസ് കാണണമെന്നില്ല. പലപ്പോഴും പല ആളുകൾ ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ടെസ്റ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ആകുന്നു. അങ്ങനത്തെ അവസ്ഥയിലാണ് പലപ്പോഴും തൈറോയ്ഡ് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടുവരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് TSH. അപ്പോൾ TSH ചെയ്ത് വരുമ്പോൾ അതിൻ്റെ വ്യതിയാനം വരുന്നു. അപ്പോൾ നോർമൽ നമ്മൾ റേഞ്ച് 0.4 to 4 പറയുകയാണെങ്കിൽ 4ൻ്റെ മുകളിൽ വരുന്നു, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് 0.4ൻ്റെ താഴെ പോകുന്നു. അങ്ങനെയാണ് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ലക്ഷണങ്ങൾ എപ്പോഴും കണ്ടുവരണമെന്നില്ല. എങ്കിലും നമ്മളിപ്പോൾ ഞാൻ ചോദിച്ചുകൊണ്ട് പറയുന്നത്, അതായത് സിംറ്റംസ് പറയുന്നത് നമുക്ക് രണ്ട് രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു. ഹോർമോണുകൾ എപ്പോഴും നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം. ഒന്നുകിൽ കുറയാം അല്ലെങ്കിൽ കൂടാം. ഇപ്പോൾ കുറയുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നു, കൂടുന്ന അവസ്ഥയെ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നു. ഇപ്പോൾ കുറയുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയ്ഡ് നമ്മുടെ ബേസിൽ മെറ്റബോളിക് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഹോർമോണാണ്. അപ്പോൾ കുറയുമ്പോൾ നമ്മുടെ ആക്ടിവിറ്റി പൊതുവേ കുറയും. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷീണം വരാം, തളർച്ച വരാം, പിന്നെ ബോഡിയുടെ മെറ്റബോളിസം കുറയുന്നതുകൊണ്ട് ചില ആളുകൾക്ക് വെയിറ്റ് ഗെയിൻ വരാം. പിന്നെ നമുക്ക് ചില സിംറ്റംസ്, അതായത് നമുക്ക് ഹെയർ ലോസ്, മുടി ഒഴിച്ചിൽ വരാം, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ വരാം. സ്ത്രീകളിലാണെങ്കിൽ മെൻസ്ട്രൽ ആയിട്ടുള്ള ചേഞ്ചസ്, അതായത് നമുക്ക് ആ സമയത്ത് ഇപ്പോൾ പീരിയഡ്സിൻ്റെ ഫ്ലോ കൂടി വരിക, അതുപോലത്തെ സിംറ്റംസ് വരാം. അപ്പോൾ അതേ സമയത്ത് ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ തിരിച്ചായിരിക്കും വരുന്നത്, അതായത് ബോഡിയുടെ ആക്ടിവിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് ക്ഷീണം വരാം, കാരണം ആക്ടിവിറ്റി കൂടിയാലും നമുക്ക് ക്ഷീണം വരാം. ചിലപ്പോൾ നേരത്തെ ഞാൻ വെയിറ്റ് ഗെയിൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ ഇവിടെ വെയിറ്റ് ലോസ്, വെയിറ്റ് കുറയാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ ബോഡിയുടെ റേറ്റ് ബേസിൽ മെറ്റബോളിക് റേറ്റ് കൂടുന്നത് കൊണ്ട് തന്നെ നെഞ്ചിരിപ്പ് കൂടാം, ശരീരം വിറയൽ വരാം. പിന്നെ ചില ആളുകൾക്ക് വളരെ അപൂർവമായിട്ട് കണ്ണിലും അതിലൊക്കെ ചേഞ്ചസ് കാണാവുന്നതാണ്. കണ്ണ് തള്ളി വരുന്ന ഒരു അവസ്ഥയൊക്കെ പലപ്പോഴും കണ്ടുവരാവുന്നതാണ്.